ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കി നിന്ന വളർച്ചയായിരുന്നു ബൈജൂസ് ലേണിംഗ് ആപ്പിന്റേത്. എന്നാൽ വളർച്ചയേക്കാൾ വേഗത്തിലായിരുന്നു തകർച്ചയും. തെറ്റായ തീരുമാനങ്ങളായിരുന്നു കാരണം. ലയണൽ മെസ്സിയും ഷാറുഖ് ഖാനും മോഹൻലാലും ബ്രാൻഡ് അംബാസഡർമാരായ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുതൽ ഫിഫ വേൾഡ് കപ്പ് വരെ സ്പോൺസർ ചെയ്ത മലയാളി. ഹാർവേഡ് സ്കൂൾ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ പഠന വിഷയമാക്കിയ ബിസിനസ് ഐഡിയ. ഇതൊക്കെയായിരുന്നു കുറച്ചുനാൾ മുൻപ് വരെ ബൈജൂസ് ആപ്പ്. എന്നാൽ ഇന്ന് നിത്യച്ചെലവുകൾക്ക് പോലും പണമില്ലാതെ നഷ്ടത്തിലായിരിക്കുന്നു. MBA വിദ്യാർത്ഥികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികളെ വരെ ലക്ഷ്യമിട്ട് ആരംഭിച്ച തിങ്ക് ആൻഡ് ലേൺ കമ്പനി പ്രതീക്ഷയ്ക്കപ്പുറം വിജയം കണ്ടതോടെ 2015 ബൈജൂസ് ലേണിംഗ് ആപ്പ് പിറവിയെടുത്തത്. ബോർഡ് പരീക്ഷകൾ മുതൽ കിൻഡർ ഗാർഡൻ വരെയുള്ള സിലബസുകൾ വളരെ ലളിതമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചതോടെ ബൈജൂസിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അതേ വർഷം പ്രമുഖ സ്ഥാപനമായ സിഖോയ $25 മില്യൺ ബൈജൂസിൽ നിക്ഷേപിച്ചു. 2016 ഷാൻ സക്കർബർഗ് ഇനീഷ്യേറ്റീവ് $50 മില്യൺ നിക്ഷേപിച്ചത്. കൂടാതെ സിൽവർ ലേക്ക്, ബ്ലാക്ക് റോക്ക്, സാൻ ക്യാപിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം നിക്ഷേപകരായി. ലോകം കോവിഡിന്റെ പിടിയിലമർന്നപ്പോൾ ഗുണം ചെയ്തത് ബൈജൂസിനായിരുന്നു. 2020 കമ്പനി മൂല്യം $22 ബില്യൺ ഉയർന്നു. പണം കുമിഞ്ഞുകൂടിയതോടെ ധാരണയില്ലാതെയുള്ള ധനവിനിയോഗവും കൃത്യമായി ഓഡിറ്റ് നടത്താത്തതും ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിച്ചതുമെല്ലാമാണ് ബൈജൂസിനെ തകർത്തത്. നഷ്ടത്തിലായിരുന്ന കോഡിംഗ് പ്ലാറ്റ്ഫോം വൈറ്റ് ഹാർട്ട് ജൂനിയർ, ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗ്രേറ്റ് ലേണിംഗ് തുടങ്ങിയ കമ്പനികൾ ഏറ്റെടുത്തതും തെറ്റായിപ്പോയി. ലോക്ക്ഡൌൺ അവസാനിച്ച് കുട്ടികൾ സ്കൂളിൽ പോയതും തിരിച്ചടിയായി. ഇതിനു പുറമെ US ഫെഡറൽ റിസർവ് സാമ്പത്തിക നയങ്ങളിൽ വരുത്തിയ മാറ്റം ഇരുട്ടടിയായി. അമേരിക്കൻ വിപണി ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതികൾ മുഴുവൻ പാളി. 2022 ബൈജൂസിനെതിരെ ED നടപടി ആരംഭിച്ചു. ഫെമ ലംഘന കേസിൽ 900 കോടി രൂപയുടെ അഴിമതിയാണ് ED കണ്ടെത്തിയത്. ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നൊന്നായി എത്തിയത് വീഴ്ചയുടെ ആഘാതം കൂട്ടി. ഇതിനിടയിൽ കോടികൾ മുടക്കിയുള്ള പരസ്യ നിർമ്മാണം, IPL, വേൾഡ് കപ്പ് തുടങ്ങിയവയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തതുമെല്ലാം പാളിപ്പോയി. ഇതോടെ ജീവനക്കാരെ പിരിച്ചുവിടുന്നതും ചെലവ് ചുരുക്കൽ നടപടിയുമെല്ലാം ഇടയ്ക്കിടെ വാർത്തകളിൽ നിറഞ്ഞു. അങ്ങനെ $22 ബില്യൺ മൂല്യമുണ്ടായിരുന്ന കമ്പനി $3 ബില്യൺ ബൈജൂസിൽ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് ചോദ്യചിഹ്നമായി തുടരുന്നു.